ശീല പ്രഭുപാദിൻ്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ്. അതിൽ പ്രഭുപാദ് ഉണ്ടായിരുന്ന സമയത്ത് ഈ ഇസ്കോണിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം വന്നത് ഈ ബ്രഹ്മചാരീസ് സന്യാസീസും ഗ്രഹസ്ഥാസും തമ്മിലായിരുന്നു. ആ ഒരു പ്രശ്നമാണ് ഇസ്കോൺ ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വന്നത്. പക്ഷെ അത് അവസാനം 1976 തന്നെ ശീല പ്രഭുപാദ് അത് പൂർണ്ണമായിട്ട് ഇതാക്കി മാറ്റിയത്. അപ്പം അതാണ് ലാസ്റ്റ് ലീലാമൃതയിൽ അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സത്സ്വരൂപ മഹാരാജ് അത് കൊടുക്കുന്നുണ്ട്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇത്. അതിൽ ആദ്യം GPC മീറ്റിങ്ങിൽ ഗൃഹസ്ഥാസ് ടെമ്പിളിൽ താമസിക്കാൻ പാടില്ല, അങ്ങനെ അവർ ബ്രഹ്മചാരീസിനെ കൺട്രോൾ ചെയ്യാനോ ഇതിനൊന്നും പാടില്ല എന്ന് പറഞ്ഞ് GPC റെസൊല്യൂഷൻ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ആ സമയത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് എല്ലാവരും ടെമ്പിളിൽ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. മിക്ക ടെമ്പിൾ പ്രസിഡന്റും ഗൃഹസ്ഥാസായിരുന്നു. അപ്പോൾ അവരും എല്ലാ ഫാമിലിയും എല്ലാവരും ബ്രഹ്മചാരീസും സന്യാസിമാരെല്ലാം ഒരു ടെമ്പിളിൽ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇവർക്ക് തമ്മിലുള്ള ഈ പ്രശ്നം വരാനുള്ള മെയിൻ കാരണം രാധാ ദാമോദർ പാർട്ടിയാണ്. രാധാ ദാമോദർ പാർട്ടി എന്ന് വെച്ചാൽ തമാൽ കൃഷ്ണ മഹാരാജും വിഷ്ണുജന മഹാരാജും കൂടെ ഓർഗനൈസ് ചെയ്യുന്നൊരു പാർട്ടിയാണ്. ഏകദേശം 130ഓളം ബ്രഹ്മചാരീസ് ഉണ്ടായിരുന്നു അതിനകത്ത്. അവർ കുറേ 10ഓളം ബസ്സുകളിൽ ഈ നോർത്ത് അമേരിക്കയിലെല്ലാം നടന്ന് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമായിരുന്നു അവരുടെ മെയിനായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ആളിനെ വേണം ഇത് ചെയ്യാനായിട്ട്, കൂടുതൽ എക്സ്പാൻഡ് ചെയ്യണം. കാരണം ബുക്സ് കൊടുക്കണമെങ്കിൽ കൂടുതൽ ആൾക്കാരെ വേണം. അപ്പോൾ ആ സമയത്ത് അവർ ഓരോരോ ക്ഷേത്രങ്ങളിൽ വരുമ്പം അവിടെ ഈ ഗൃഹസ്ഥരുണ്ട്, അവർക്ക് കീഴിൽ ബ്രഹ്മചാരീസ് ഉണ്ട്, അവർ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവർ എന്ത് പറയും എന്നാണ് ഇവരുടെ അലിഗേഷൻ. ഈ ടെമ്പിൾ പ്രസിഡന്റ് അലിഗേഷൻ ഇതാണ്. ഇവർ വന്നിട്ട് പറയും ഗൃഹസ്ഥർക്ക് ഒരിക്കലും ബ്രഹ്മചാരിയെ നോക്കാനായിട്ട് പറ്റില്ല, അവരെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ടെമ്പിളിൽ നിൽക്കുന്നത് മായയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ കൂടെ വരണം, ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറഞ്ഞ് ഇവരെ ഇതാക്കും. ഓരോ ടെമ്പിളാണ് ഇവരെ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്ത് വരുമ്പോൾ ടെമ്പിളാണ് അവർക്ക് ഭക്ഷണവും ബാക്കി താമസിക്കാനൊക്കെ കൊടുക്കുന്നത്. പക്ഷെ അവർ പോകുമ്പം അവിടെ നിന്ന് കുറച്ച് ബ്രഹ്മചാരീസിനെയും കൊണ്ടായിരിക്കും പോകുന്നത്. അപ്പം ഇത് വലിയൊരു ഇതായിട്ട് മാറി. അപ്പം അങ്ങനെയാണ് ടെമ്പിൾ പ്രസിഡൻസ് ഒക്കെ മായപ്പൂരിൽ വന്ന് ഇത് ചെയ്തത്. പക്ഷെ GPC മീറ്റിങ്ങിൽ കൂടുതലും സന്യാസിമാരും ഒക്കെ ആയിരുന്നതുകൊണ്ട് ഈ ടെമ്പിൾ പ്രസിഡന്റിന്റെ വോയിസ് അധികം കേട്ടില്ല. അപ്പം അവർ റെസൊല്യൂഷൻ വന്നു, ടെമ്പിൾ ഗൃഹസ്ഥാസ് എല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ നിൽക്കണം, അവർക്ക് ടെമ്പിളിന്റെ ഫണ്ടിൽ നിന്ന് അവർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് വന്നു. അപ്പം അതിനുശേഷം പിറ്റേ ദിവസമായപ്പോൾ ടെമ്പിൾ പ്രസിഡൻസുമാർ ഒരുപാട് പേരുണ്ടല്ലോ, അവർക്ക് വളരെയധികം വിഷമമായി ഈ ഒരു കാര്യം നടന്നതിൽ. അങ്ങനെ അവർ പിറ്റേ ദിവസത്തെ മോർണിംഗ് വാക്കിൽ പ്രഭുപാദിനോട് അവരുടെ വിഷമം പറയാനായിട്ട് അവർ നേരത്തെ വന്ന് പ്രഭുപാദിനോട് പറഞ്ഞു. എങ്കിലും അത് കുറച്ചും കൂടെ ആ സമയത്തും അവർ പേഴ്സണലി വന്നിട്ടാണ് പ്രഭുപാദിനോട് സംസാരിച്ചത്. ഈ മോർണിംഗ് വാക്ക് വരുമ്പോഴത്തേന് എല്ലാ ലീഡേഴ്സും എല്ലാം ഉണ്ട്, GPCസും സന്യാസിമാരും എല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ട് അവർ മോർണിംഗ് വാക്കിൽ പ്രഭുപാദിനോട് ഈ ഒരു കാര്യം കുറച്ചും കൂടെ ക്ലാരിഫിക്കേഷൻ വേണം എന്നുള്ള രീതിയിൽ വെക്കാനായിട്ട് അന്നത്തെ ഒരു ബ്രഹ്മചാരി ജയദ്വൈത ബ്രഹ്മചാരി, അതായത് അന്ന് സന്യാസിയല്ല ബ്രഹ്മചാരിയായിരുന്നു. ഇപ്പോൾ ടെമ്പിൾ പ്രസിഡന്റിന്റെ ഭാഗം പറയാൻ വേണ്ടി ജയദ്വൈത ബ്രഹ്മചാരിയെ പ്രഭുപാദിന്റെ അടുത്ത് പറയാനായിട്ട് അങ്ങനെ ആ മോർണിംഗ് വാക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇത് പറഞ്ഞു. ടെമ്പിൾ പ്രസിഡന്റുമാരുടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ ഇവര് വന്നിട്ട് മെയിൻലി ഇവര് ഈ ഫിലോസഫി വെച്ചിട്ടല്ല പറയുന്നത്, ഇവരിൽ നിന്ന് കൂടുതൽ പണവും ആൾക്കാരെയും എടുക്കാൻ വേണ്ടിയാണ് ഈ സന്യാസിമാര് ഇതിങ്ങനെ പറയുന്നത് എന്ന് ജയദ്വൈത ബ്രഹ്മചാരി പ്രഭുപാദിനോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇവരിങ്ങനൊരു ഫിലോസഫി കൊണ്ടുവന്നു, അതായത് ബ്രഹ്മചാരീസിന് ഒരിക്കലും ഗൃഹസ്ഥാസിനൊരിക്കലും ബ്രഹ്മചാരീസിനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ പ്രോപ്പർലി ട്രെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഫിലോസഫി കൊണ്ടുവന്നത് ഈ ടെമ്പിളിൽ നിന്ന് ബ്രഹ്മചാരീസിനെ ഇത് കൊണ്ട് ഇങ്ങനെ പ്രഭുപാദ്. അപ്പം അങ്ങനെ ആ ദിവസം കൊണ്ടാണ് ഇത് തീർന്നത്.
അന്ന് പ്രഭുപാദ് പറഞ്ഞത് ഈ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറഞ്ഞു. ഗൃഹസ്ഥാസും സന്യാസിമാരും തമ്മിൽ ഒരു ഭേദചിന്ത ഉണ്ടാവാനായിട്ട് പാടില്ല. സന്യാസി യഥാർത്ഥത്തിൽ പ്രീച്ച് ചെയ്യാണ്, പക്ഷെ ഈ സന്യാസിക്ക് മാനേജും ചെയ്യാൻ പറ്റും, ഒരു ടെമ്പിളിന് ഇതാവാൻ പറ്റും. അതേപോലെ ഗൃഹസ്ഥാസ് യഥാർത്ഥത്തിൽ മാനേജ് ചെയ്യുകയാണ്, പക്ഷെ അവർക്ക് പ്രീച്ചും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ എന്താണ് ഈ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഗുരുവിന് വേണ്ടത് അതനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഈ വസ്ത്രങ്ങളുടെ പേരിൽ ഭേദചിന്ത, ഒരാൾ മറ്റൊരാളെക്കാട്ടിലും ഉയർന്നത് താഴ്ന്നത് എന്ന ഭേദചിന്ത ഉണ്ടാവാനായിട്ട് പാടില്ല എന്നത്. അപ്പം എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, ഒരു ബ്രഹ്മചാരി സന്യാസിയുടെ കൂടെ പോകണം, സന്യാസി പ്രീച്ചിങ്ങിന് എൻഗേജ്ഡ് ആവുകയാണെങ്കിൽ ബ്രഹ്മചാരി സന്യാസിയുടെ കൂടെ പോകണം. പക്ഷേ ബ്രഹ്മചാരിക്ക് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ അദ്ദേഹം അവിടെ സ്റ്റേ ചെയ്യണം. അത് പ്രഭുപാദ് ആ ഒരു രീതിയിൽ അത് രാധാ ദാമോദർ പാർട്ടിയുടെ ഇത് പറഞ്ഞു. ഇപ്പം രാധാ ദാമോദർ പാർട്ടി വരുമ്പം ഒരു സ്ഥലത്ത് ബ്രഹ്മചാരി ഉണ്ട്, അദ്ദേഹം ഫ്രീ ആണെങ്കിൽ ചിലപ്പോൾ അവരുടെ കൂടെ പോകാം. പക്ഷെ ഇദ്ദേഹം ടെമ്പിളിൽ ഒരു സർവീസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം അവിടെ തന്നെ സ്റ്റേ ചെയ്യണം, ആ റെസ്പോൺസിബിലിറ്റി അദ്ദേഹം എടുക്കണം എന്നുള്ള കാര്യം ശീല പ്രഭുപാദ് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് പ്രഭുപാദ് കഴിഞ്ഞ GBCയിലെ അത് പ്രഭുപാദ് അംഗീകരിച്ചതാണ്. ആദ്യം GBC റെസൊല്യൂഷൻ അതെല്ലാം പ്രഭുപാദ് മാറ്റി. ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല എന്ന് വിചാരിച്ചിട്ട് പ്രഭുപാദ് ആ ഒരു ഗൃഹസ്ഥാസിന് എഗൻസ്റ്റ് ആയിട്ട് വന്ന ആ എല്ലാ ഇതും പ്രഭുപാദ് മാറ്റി. അതൊന്നും ഇനി അതൊന്നും എഫക്റ്റീവ് അല്ല എന്ന് പറഞ്ഞ് പ്രഭുപാദ് മാറ്റി. പക്ഷെ ഇതിപ്പം അപ്പോൾ രണ്ടുപേരും തമാൽ കൃഷ്ണ മഹാരാജൊക്കെ കൂടെ ഉണ്ടായിരുന്നു. മഹാരാജ് അത് അക്സെപ്റ്റ് ചെയ്തു, പ്രഭുപാദിന്റെ തീരുമാനം. രണ്ട് ഈ ടെമ്പിൾ പ്രസിഡന്റുമാരും ഇവരും ആക്സെപ്റ്റ് ചെയ്തു. അത് അവർ ഭയങ്കര ഈ ഒരു മീറ്റിങ്ങിന് മുമ്പ് രണ്ടുപേരും പരസ്പരം വലിയൊരു ഭയങ്കര ഫ്രിക്ഷനായിരുന്നു. അവർ പരസ്പരം കാണാനും ഒക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവർ പരസ്പരം ഒരു രണ്ട് പാർട്ടികൾ പോലെ പോരാടുമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം പ്രഭുപാദ് എല്ലാം സെറ്റിലാക്കി. എല്ലാവരും ആരും ഡിസ്ക്രിമിനേഷൻ പാടില്ല, എല്ലാവരും പരസ്പരം ഈശ്വരനെ സേവിക്കുക. കൃഷ്ണന്റെ സേവകനാണ്. ഒരാൾ മറ്റൊരാളെക്കാട്ടിലും വലുതാണെന്ന് ചിന്തിക്കുമ്പം നമ്മൾ സേവകനാണെന്നുള്ള ബോധം പോകും എന്ന് ശീല പ്രഭുപാദ് പറഞ്ഞു. ഞാൻ മറ്റൊരാളെക്കാട്ടിലും ഉയർന്നതെന്ന് ചിന്തിക്കുമ്പം ഞാൻ ഭഗവാന്റെ സേവകനാണെന്നുള്ള ബോധം പോകും എന്ന് പറഞ്ഞു. അപ്പം ആ സമയത്തൊരു ലാസ്റ്റ് അത് എൻഡ് ചെയ്ത് ഇങ്ങനെയാണ്. അപ്പോൾ ഒരു സന്യാസി, അതായത് പേരേ മറന്നുപോയി, ആ സന്യാസി ഇങ്ങനെ സാക്ഷി ഗോപാലിന്റെ കഥ പറഞ്ഞു. സാക്ഷി ഗോപാലിന് ഒരു ഉയർന്ന ബ്രാഹ്മണൻ, ഒരു ചെറിയ ബ്രാഹ്മണൻ ഒരു പത്നിയെ തന്റെ മകളെ വിവാഹം കഴിക്കാൻ കൊടുത്തു. പിന്നെ അയാൾ വീട്ടിൽ പോയപ്പോൾ പ്രശ്നമായി. അപ്പോൾ ഈ ചെറിയ ബ്രാഹ്മണൻ വിഗ്രഹത്തിന്റെ അടുത്ത് വന്ന് സാക്ഷി പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ വിഗ്രഹം വന്ന് ആ വീട്ടിൽ വന്ന് പറഞ്ഞു, ഇദ്ദേഹം ഇങ്ങനെ പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഈ പെൺകുട്ടിയെ ഇയാൾക്ക് വിവാഹം കൊടുക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ അത് വെച്ചിട്ട് ഇദ്ദേഹം ചോദിച്ചു, ഇദ്ദേഹം എന്തിനാണ് ഇവിടെ വരെ വിഗ്രഹത്തിനെ കൊണ്ട് ഇവിടെ സാക്ഷി പറയിക്കാൻ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു. അതിനെക്കാട്ടി നല്ലത് ബ്രഹ്മചാരിയായി ഇരുന്നാ പോരെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേനും പ്രഭുപാദ് അത് എൻഡ് ചെയ്തത്, നിനക്ക് ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ കിട്ടത്തില്ല, അതുകൊണ്ട് ആർക്കും വേണ്ടാന്ന് നീ പറയുന്നതാണോ എന്നിങ്ങനെ തിരിച്ചിങ്ങനെ ചോദിച്ചു. അങ്ങനെ ആ പ്രശ്നം വലിയൊരു പ്രശ്നമായിട്ട് കൂടിയതിനെ എല്ലാവരും ചിരിച്ച് ഇതായി. പിന്നെ അതങ്ങ് പോവുകയാണ് ചെയ്തത്. आनंद खोरी वैष्णव की जय, श्रील प्रभुपाद की जय, गुरुदेव की जय।